യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലൂമൻ ക്രിസ്റ്റോ 101 ദിവസം കൊണ്ട് ബൈബിൾ പുതിയ നിയമം വായിച്ചു തീർക്കുന്ന വചന പദ്ധതിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ദിവസം 57. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16ഉം 17ഉമാണ് നാം ഇന്ന് വായിക്കുന്നത്. സുവിശേഷം യൂറോപ്പിലേക്ക് വ്യാപിക്കുന്നതും തടവറയിലും ദൈവത്തെ സ്തുതിക്കുന്ന പൗലോസിനെയും ശിലാസിനെയുമാണ് നാം കാണുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ അധ്യായം 16. തിമോത്തിയോസ് പൗലോസിന്റെയും ശിലാസിന്റെയും കൂടെ. പൗലോസ് ദെർബയിലും ലിസ്ത്രായിലും എത്തി. ലിസ്ത്രായിൽ വിശ്വസനീയായ ഒരു യഹൂദ സ്ത്രീയുടെ മകനായ തിമോത്തിയോസ് എന്നു പേരുള്ള ഒരു ശിഷ്യനുണ്ടായിരുന്നു. അവന്റെ പിതാവ് ഗ്രീക്കുകാരനായിരുന്നു. ലിസ്ത്രായിലെയും ഇക്കോണിയത്തിലെയും സഹോദരന്മാർ അവനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തി. അവൻ തന്റെ കൂടെ പോരണമെന്ന് പൗലോസ് ആഗ്രഹിച്ചു. ആ സ്ഥലങ്ങളിലുള്ള യഹൂദരെ പരിഗണിച്ച് പൗലോസ് അവന് പരിച്ഛേദന കർമ്മം നടത്തി. എന്തെന്നാൽ അവന്റെ പിതാവ് ഗ്രീക്കുകാരനാണെന്ന് അവരെല്ലാവരും അറിഞ്ഞിരുന്നു. ജെറുസലേമിൽ വെച്ച് അപ്പോസ്തലന്മാരും ശ്രേഷ്ഠന്മാരും എടുത്ത തീരുമാനങ്ങൾ പാലിക്കാൻ അവരെ പറഞ്ഞേൽപ്പിച്ചു. തന്മൂലം സഭകൾ വിശ്വാസത്തിൽ ഉറയ്ക്കുകയും എണ്ണത്തിൽ അനുദിനം വർദ്ധിക്കുകയും ചെയ്തു. ത്രോവാസിലെ ദർശനം. ഏഷ്യയിൽ വചനം പ്രസംഗിക്കുന്നതിൽ നിന്ന് പരിശുദ്ധാത്മാവ് അവരെ പിന്തിരിപ്പിച്ചതുകൊണ്ട് അവർ ഫ്രീജിയായും ഗലാത്തിയ ദേശവും കടന്നുപോയി. മീസിയായ്ക്ക് അടുത്തു വന്നപ്പോൾ ബിഥിയാനയിലേക്ക് പോകാൻ അവർ പരിശ്രമിച്ചു. എന്നാൽ യേശുവിന്റെ ആത്മാവ് അവരെ അനുവദിച്ചില്ല. തന്മൂലം മീസിയ പിന്നിട്ട് അവർ ത്രോവാസിലേക്ക് പോയി. രാത്രിയിൽ പൗലോസിന് ഒരു ദർശനമുണ്ടായി. മക്കദോനിയക്കാരനായ ഒരാൾ അവന്റെ മുൻപിൽ വന്ന് നിന്ന് ഇപ്രകാരം അഭ്യർത്ഥിച്ചു: മക്കദോനിയയിലേക്ക് വന്ന് ഞങ്ങളെ സഹായിക്കുക. മക്കദോനിയക്കാരെ സുവിശേഷം അറിയിക്കാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുകയാണെന്നറിഞ്ഞ് അവന് ദർശനമുണ്ടായ ഉടനെ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ ഉദ്യമിച്ചു. ലിദിയായുടെ മാനസാന്തരം. ത്രോവാസിൽ നിന്ന് കപ്പൽ കയറി ഞങ്ങൾ നേരെ സമോത്രയാക്കയിലേക്ക്, അടുത്ത ദിവസം നെയാപോളിസിലേക്കും അവിടെ നിന്ന് മക്കദോനിയയുടെ ഒരു പ്രധാന ഭാഗവും പ്രധാന നഗരവും അധിനിവേശ പ്രദേശവുമായ ഫിലിപ്പിയിലേക്കും യാത്ര ചെയ്തു. കുറെ ദിവസം ഞങ്ങൾ ആ നഗരത്തിൽ താമസിച്ചു. സാബത്ത് ദിവസം ഞങ്ങൾ നഗര കവാടത്തിനു പുറത്ത് നദീതീരത്ത് പ്രാർത്ഥനാലയം ഉണ്ടായിരിക്കുമെന്ന് കരുതി ചെന്നു. അവിടെ ഇരുന്ന് ഞങ്ങൾ അവിടെ വന്നുകൂടിയ സ്ത്രീകളോട് സംസാരിച്ചു. കൂട്ടത്തിൽ ലിദിയ എന്നു പേരുള്ള സ്ത്രീയും ഉണ്ടായിരുന്നു. അവൾ തിയത്തീറ പട്ടണത്തിൽ നിന്നുള്ള പട്ടുവിൽപ്പനക്കാരിയും ദൈവഭക്തിയുമായിരുന്നു. പൗലോസ് പറഞ്ഞവ ശ്രദ്ധിക്കാൻ അവളുടെ ഹൃദയം കർത്താവ് തുറന്നു. അവളുടെ കുടുംബവും സ്നാനം സ്വീകരിച്ചിട്ട് ഞങ്ങളോട് അപേക്ഷിച്ചു: കർത്താവിൽ വിശ്വസിക്കുന്നവളായി എന്നെ നിങ്ങൾ പരിഗണിക്കുന്നെങ്കിൽ എന്റെ ഭവനത്തിൽ വന്ന് വസിക്കുവിൻ. അവൾ ഞങ്ങളെ നിർബന്ധിച്ചു. പൗലോസ് തടവറയിൽ. തങ്ങൾ പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ ഭാവിഫലം പറയുന്ന അരൂപി ബാധിച്ച ഒരു അടിമ പെൺകുട്ടിയെ കണ്ടു. ലക്ഷണം പറച്ചിൽ വഴി അവൾ തന്റെ യജമാന്മാർക്ക് വലിയ ആദായമുണ്ടാക്കിയിരുന്നു. അവൾ പൗലോസിന്റെയും ഞങ്ങളുടെയും പുറകെ വന്ന് വിളിച്ചു പറഞ്ഞു: ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരാണ്. അവർ രക്ഷയുടെ മാർഗം നിങ്ങളെ അറിയിക്കുന്നു. പല ദിവസങ്ങൾ അവൾ ഇപ്രകാരം ചെയ്തു. ഇത് പൗലോസിനെ അസഹ്യപ്പെടുത്തി. അവൻ തിരിഞ്ഞ് ആ അരൂപിയോട് പറഞ്ഞു: യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു, അവൾ നിന്ന് പുറത്തു പോകൂ. തൽക്ഷണം അത് പുറത്തുപോയി. അവളുടെ യജമാനന്മാർ ആദായമുണ്ടാക്കാമെന്ന തങ്ങളുടെ ഉദ്ദേശം നടക്കില്ലെന്ന് കണ്ടപ്പോൾ പൗലോസിനെയും ശിലാസിനെയും പിടികൂടി വലിച്ചഴിച്ച് പൊതുസ്ഥലത്ത് അധികാരികളുടെ മുൻപിൽ കൊണ്ടുവന്നു. അവർ അവരെ ന്യായാധിപന്മാരുടെ മുമ്പിൽ എത്തിച്ചു പറഞ്ഞു: യഹൂദരായ ഈ മനുഷ്യർ നമ്മുടെ നഗരം അസ്വസ്ഥമാക്കുന്നു. റോമക്കാരായ നമുക്ക് നിയമപ്രകാരം അംഗീകരിക്കാനോ അനുഷ്ഠിക്കാനോ പാടില്ലാത്ത ആചാരങ്ങളെക്കുറിച്ച് ഇവർ പ്രസംഗിക്കുന്നു. ജനക്കൂട്ടം അവർക്കെതിരെ ഇളകി. അവരെ വസ്ത്രങ്ങൾ ഉരിഞ്ഞുമാറ്റി വടികൊണ്ടടിക്കാൻ ന്യായാധിപന്മാർ കൽപ്പിച്ചു. അവർ അവരെ വളരെയധികം പ്രഹരിച്ച ശേഷം കാരാഗൃഹത്തിലടച്ചു. അവരെ സസൂക്ഷ്മം കാക്കാൻ പാറാവുകാരനോട് നിർദ്ദേശിച്ചു. അവൻ പ്രസ്തുത നിർദ്ദേശം സ്വീകരിച്ച് അവരെ അകത്തെ തടവറയിലിട്ട് കാലുകൾ ആമം വെച്ചു. തടവറയിലെ അത്ഭുതം. അർദ്ധരാത്രിയോടടുത്ത് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന് കീർത്തനം പാടുകയായിരുന്നു. തടവുകാർ അവരെ ശ്രവിച്ചു. പെട്ടെന്ന് വലിയ ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിന്റെ അടിത്തറ കുലുങ്ങി. ഉടൻ എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. എല്ലാവരുടെയും വിലങ്ങുകൾ അഴിഞ്ഞു വീണു. കാവൽക്കാർ ഉണർന്നപ്പോൾ കാരാഗൃഹവാതിലുകൾ തുറന്നു കിടക്കുന്നത് കണ്ടു. തടവുകാരെല്ലാം രക്ഷപ്പെട്ടെന്ന് വിചാരിച്ച് അവൻ വാൾ ഊരി സ്വയം ഹത്യയ്ക്കൊരുങ്ങി. പൗലോസ് ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു: നീ സ്വയം ഹനിക്കരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെയുണ്ട്.
വിളക്ക് ചോദിച്ചിട്ട് അവൻ അകത്തേക്ക് കുതിച്ചു. അവൻ വിറപൂണ്ട് പൗലോസിനെയും ശിലാസിനെയും മുമ്പിൽ താണു വീണു. അവരെ പുറത്തേക്ക് കൊണ്ടുവന്ന് അവൻ ചോദിച്ചു, യജമാന്മാരെ, രക്ഷിക്കപ്പെടാൻ ഞാൻ എന്ത് ചെയ്യണം? അവർ പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടും. അവർ അവനോട് അവന്റെ കുടുംബത്തിലുള്ള എല്ലാവരോടും കർത്താവിന്റെ വചനം പ്രസംഗിച്ചു. രാത്രിയുടെ ആ യാമത്തിൽ തന്നെ അവൻ അവരെ കൂട്ടിക്കൊണ്ടുപോയി. അവരുടെ മുറിവുകൾ കഴുകി. അപ്പോൾ തന്നെ അവനും കുടുംബത്തിലുള്ള എല്ലാവരും സ്നാനപ്പെടുകയും ചെയ്തു. അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷണം വിളമ്പി. ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവനും കുടുംബവും മുഴുവനും ആനന്ദിച്ചു. പ്രഭാതമായപ്പോൾ ആ മനുഷ്യരെ വിട്ടയക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ന്യായാധിപന്മാർ ഭടന്മാരെ അയച്ചു. പാറാവുകാരൻ ഈ വാക്കുകൾ പൗലോസിനെ അറിയിച്ചു. നിങ്ങളെ വിട്ടയക്കണമെന്ന് കൽപ്പിച്ചുകൊണ്ട് ന്യായാധിപന്മാർ ആളയച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ പുറത്തു വന്ന് നിങ്ങൾ സമാധാനത്തിൽ പോകുക. എന്നാൽ പൗലോസ് അവരോട് പറഞ്ഞു, റോമാ പൗരന്മാരായ ഞങ്ങളെ വിചാരണ ചെയ്ത് കുറ്റം വിധിക്കാതെ പരസ്യമായി പ്രഹരിച്ച ശേഷം കാരാഗ്രഹത്തിലടച്ചു. ഇപ്പോൾ അവർ ഞങ്ങളെ രഹസ്യമായി വിട്ടയക്കുന്നുവോ? അതുപോരാ, അവർ തന്നെ വന്ന് ഞങ്ങളെ ആനയിക്കട്ടെ. ഭടന്മാർ ഈ വിവരം ന്യായാധിപന്മാരെ അറിയിച്ചു. അവർ റോമാ പൗരന്മാരാണെന്ന് കേട്ടപ്പോൾ ന്യായാധിപന്മാർ ഭയപ്പെട്ടു. അതിനാൽ അവർ വന്ന് അവരെ ആശ്വസിപ്പിക്കുകയും പുറത്തേക്ക് ആനയിച്ച് നഗരം വിട്ടുപോകാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. അവർ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വന്ന് ലിദിയായുടെ അടുത്തേക്ക് പോയി. സഹോദരരെ കണ്ട് പ്രോത്സാഹിപ്പിച്ച് അവർ പുറപ്പെട്ടു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ അധ്യായം 17. തെസ്സലോനിക്കയിൽ അവർ അംഫിപോളിസിലും അപ്പൊളോണിയയിലും കൂടി സഞ്ചരിച്ച് തെസ്സലോനിക്കയിലെത്തി. അവിടെ യഹൂദരുടെ ഒരു സിനഗോഗ് ഉണ്ടായിരുന്നു. പൗലോസ് പതിവ് പോലെ അവിടെ ചെന്ന് 3 സാബത്തുകളിൽ വിശുദ്ധ ലിഖിതങ്ങൾ ആധാരമാക്കി അവരോട് സംവാദത്തിലേർപ്പെട്ടു. ക്രിസ്തു പീഡ സഹിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുക ആവശ്യമായിരുന്നു എന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ യേശുവാണ് ക്രിസ്തു എന്നും അവർ വിശദമാക്കുകയും തെളിയിക്കുകയും ചെയ്തു. അവരിൽ ചിലർ ബോധ്യപ്പെട്ട് പൗലോസിന്റെയും ശിലാസിന്റെയും കൂടെ ചേർന്നു. അതുപോലെ ഭക്തരായ ഗ്രീക്കരുടെ വലിയൊരു സമൂഹം, അനേകം പ്രമുഖ വനിതകളും. എന്നാൽ യഹൂദർ അസൂയപ്പെട്ട് പൊതുസ്ഥലത്തെ ചില ദുഷ്ട മനുഷ്യരെ സംഘടിപ്പിച്ച് പുരുഷാരത്തെ ഇളക്കി നഗരത്തിൽ ബഹളമുണ്ടാക്കി. അവർ ജാസന്റെ ഭവനത്തിലേക്ക് അതിക്രമിച്ചു കയറി പൗലോസിനെയും മറ്റും ജനസഭയിലേക്ക് കൊണ്ടുവരാൻ തീവ്ര ശ്രമം നടത്തി. അവരെ കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ ജാസനെയും ചില സഹോദരന്മാരെയും നഗരാധിപന്മാരുടെ അടുക്കൽ വലിച്ചിഴിച്ചു കൊണ്ടുവന്ന് അവർ വിളിച്ചു പറഞ്ഞു, ലോകത്തെ കീഴ്മേൽ മറിച്ചവർ ഇതാ ഇവിടെയും വന്നിരിക്കുന്നു. ഇവർക്ക് ജാസൻ ആതിഥ്യം നൽകി. യേശു എന്ന മറ്റൊരു രാജാവുണ്ട് എന്ന് പറഞ്ഞ് ഇവരെല്ലാം സീസറിന്റെ ഉത്തരവുകൾക്കെതിരായി പ്രവർത്തിക്കുന്നു. ഇവ കേട്ട് ജനക്കൂട്ടവും നഗരാധിപന്മാരും അസ്വസ്ഥരായി. അവർ ജാസനിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും ജാമ്യം വാങ്ങി അവരെ വിട്ടയച്ചു. ബെറോയായിൽ ഒട്ടും വൈകാതെ രാത്രി തന്നെ സഹോദരന്മാർ പൗലോസിനെയും ശിലാസിനെയും ബെറോയയിലേക്ക് അയച്ചു. അവർ അവിടെ എത്തി യഹൂദരുടെ സിനഗോഗിലേക്ക് പോയി. ഇവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ സുമനസ്കരായിരുന്നു. പൂർണ്ണ താല്പര്യത്തോടെ ഇവർ വചനം സ്വീകരിച്ചു. ഇവ അങ്ങനെ തന്നെയോ എന്നറിയാൻ അനുദിനം വിശുദ്ധ ലിഖിതങ്ങൾ പരിശോധിക്കുകയും ചെയ്തിരുന്നു. അവരിൽ അനേകർ വിശ്വസിച്ചു. അതുപോലെ കുലീനരായ പല ഗ്രീക്ക് സ്ത്രീകളും പുരുഷന്മാരും. ദൈവവചനം ബെറോയരായ സഹോദരർ അറിഞ്ഞപ്പോൾ അവർ അവിടെയും എത്തി ജനക്കൂട്ടത്തെ ഇളക്കിവിടുകയും അസ്വസ്ഥമാക്കുകയും ചെയ്തു. ഉടൻ തന്നെ സഹോദരർ പൗലോസിനും കടൽത്തീരം വരെ ചെന്നെത്താനുള്ള സജ്ജീരങ്ങൾ ചെയ്ത് അവർ യാത്രയാക്കി. എന്നാൽ ശീലാസും തിമത്യോസും അവിടെ തന്നെ താമസിച്ചു. പൗലോസിന്റെ കൂടെ പോയിരുന്നവർ അവനെ ആഥൻസ് വരെ കൊണ്ടു ചെന്നാക്കി. ശീലാസും തിമത്യോസും കഴിയുന്നതും വേഗം അവന്റെ അടുക്കൽ എത്തിച്ചേരണമെന്ന കൽപ്പന സ്വീകരിച്ച് തിരിച്ചു പോന്നു. ആഥൻസിൽ പൗലോസ് അവരെയും പ്രതീക്ഷിച്ച് ആഥൻസിൽ താമസിക്കവേ നഗരം മുഴുവൻ വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കണ്ട് അവന്റെ മനസ്സിൽ ക്ഷോഭമുണ്ടായി. അതിനാൽ സിനഗോഗിൽ വച്ച് യഹൂദരുമായും ഭക്തരുമായും പൊതുസ്ഥലത്ത് വെച്ച് എല്ലാ ദിവസവും അവിടെ വന്നുകൂടിയുന്നവരുമായും അവൻ സംവാദത്തിലേർപ്പെട്ടു. ചില എപ്പിക്യൂരിയൻ ചിന്തകരും സ്റ്റോയിക് ചിന്തകരും അവനോട് തർക്കിച്ചു. ചിലർ പറഞ്ഞു, ഈ വിടുവായൻ എന്ത് പുലമ്പനാണ് ഭാവിക്കുന്നത്, ഇവൻ അന്യദേവതകളുടെ പ്രസംഗനാണെന്ന് തോന്നുന്നതായി മറ്റുള്ളവർ പറഞ്ഞു. എന്തെന്നാൽ അവൻ യേശുവിനെ കുറിച്ചും ഉദ്ധാനത്തെക്കുറിച്ചും പ്രഘോഷിച്ചിരുന്നു. അവർ അവനെ പിടിച്ച് അരയോപേഗസിൽ എത്തിച്ചിട്ട് പറഞ്ഞു, നീ പറയുന്ന പുതിയ പ്രബോധനം എന്തെന്നറിയാൻ ഞങ്ങൾക്ക് കഴിയുമോ? എന്തെന്നാൽ ഞങ്ങൾ കാതുകൾക്ക് തീർത്തും വിചിത്രങ്ങളായ കാര്യങ്ങളാണല്ലോ നീ പറയുന്നത്. അവയുടെ പൊരുളറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എല്ലാ ആഥൻസ്കാർക്കും അവിടെ താമസിച്ചിരുന്ന വിദേശികൾക്കും പുതിയ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിനും കേൾക്കുന്നതിനുമല്ലാതെ മറ്റൊന്നിനും സമയമില്ലായിരുന്നു. അരയോപഗസിലെ പ്രസംഗം.
അരയോപഗസിന്റെ മതത്തിൽ നിന്നുകൊണ്ട് പൗലോസ് ഇപ്രകാരം പറഞ്ഞു: ആഥൻസുകാരെ, എല്ലാവിധത്തിലും മതനിഷ്ഠയുള്ളവരാണ് നിങ്ങളെന്ന് ഞാൻ കാണുന്നു. ഞാൻ ഇതിലേക്ക് കടന്നുപോയപ്പോൾ നിങ്ങളുടെ ആരാധന വസ്തുക്കൾ നിരീക്ഷിച്ചു. അജ്ഞാതദേവന് എന്നെഴുതിയിട്ടുള്ള ഒരു ബലിപീഠവും ഞാൻ കണ്ടു. നിങ്ങൾ ആരാധിക്കുന്ന ആ അജ്ഞാതനെ കുറിച്ച് തന്നെയാണ് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത്. പ്രപഞ്ചവും അതിലുള്ള സകലവും സൃഷ്ടിച്ചവനും സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവുമായ ദൈവം കരവേലകളായ ദൈവമന്ദിരങ്ങളല്ല വസിക്കുന്നത്. അവിടത്തേക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടായിട്ടല്ല മനുഷ്യരങ്ങളാൽ ശുശ്രൂഷിക്കപ്പെടുന്നത്. അവിടെ നിന്നാണ് എല്ലാറ്റിനും ജീവനും ശ്വാസവും സർവവും നൽകുന്നവൻ. നിർണയിക്കപ്പെട്ട കാലങ്ങളും വാസസ്ഥാനങ്ങളുടെ അതിരുകളും സ്ഥാപിച്ചുകൊണ്ട് ഭൂമുഖം മുഴുവൻ വസിക്കാൻ അവിടുന്ന് ഒരുവനിൽ നിന്ന് എല്ലാ മനുഷ്യവംശങ്ങളെയും സൃഷ്ടിച്ചു. ഇത് അവർ അവിടത്തെ അന്വേഷിക്കുകയും ഒരുപക്ഷെ അനുഭവത്തിലൂടെ കണ്ടെത്തുകയും ചെയ്യുന്നതിനല്ലേ? വാസ്തവത്തിൽ അവിടെ നിന്ന് നാം ഓരോരുത്തരിൽ നിന്ന് അകലെയല്ല. എന്തെന്നാൽ നാം അവിടെ നിന്ന് ജീവിക്കുകയും ചരിക്കുകയും ആയിരിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ സന്താനങ്ങളാണെന്ന് നിങ്ങളുടെ തന്നെ ചില കവികൾ പറഞ്ഞിട്ടുണ്ടല്ലോ. നാം ദൈവത്തിന്റെ സന്താനങ്ങളാകിയാൽ മനുഷ്യന്റെ ഭാവനയും ശില്പവിദ്യയും കൊത്തിയെടുക്കുന്ന സ്വർണമോ വെള്ളിയോ കല്ലോ പോലെയാണ് ദൈവമെന്ന് വിചാരിക്കാൻ പാടില്ല. അജ്ഞതയുടെ കാലങ്ങൾ ദൈവം അവഗണിച്ചു. എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല മനുഷ്യരും മാനസാന്തരപ്പെടണമെന്ന് അവൻ ആജ്ഞാപിക്കുന്നു. എന്തെന്നാൽ താൻ നിയോഗിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ വഴി ലോകം മുഴുവൻ നീതിയോടെ വിധിക്കാൻ അവിടുന്ന് ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു. ഇതിന് ആ മനുഷ്യനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുകൊണ്ട് അവിടുന്ന് ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. മരിച്ചവരുടെ ഉയർപ്പിനെ കുറിച്ച് കേട്ടപ്പോൾ ചിലർ അവനെ പരിഹസിച്ചു. എന്നാൽ ചിലർ പറഞ്ഞു, ഇവയെക്കുറിച്ച് നിന്ന് പിന്നീട് ഞങ്ങൾ കേട്ടുകൊള്ളാം. അനന്തരം പൗലോസ് അവരുടെ ഇടയിൽ നിന്ന് പോയി. എന്നാൽ കുറെ ആളുകൾ അവനോട് ചേർന്ന് വിശ്വസിച്ചു. അവരിൽ അരയോപഗസുകാരൻ ഡൈനീഷ്യസും ദമാറിസ് എന്നു പേരുള്ള സ്ത്രീയും അവരോടത്തുള്ള വേറെ ചിലരും ഉണ്ടായിരുന്നു. ഇന്നത്തെ വായന ഇവിടെ അവസാനിക്കുമ്പോൾ പ്രതിസന്ധികളിൽ തളരാതെ ദൈവത്തെ സ്തുതിക്കുക. അടഞ്ഞ വാതിലുകളെ തുറക്കാൻ ആ സ്തുതിപ്പിന് ശക്തിയുണ്ട്. ദൈവത്തിന് മഹത്വം.